ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. പുത്തൻ സാങ്കേതിക വിദ്യകളോട് ഇന്ത്യ എന്നും താൽപര്യം പ്രകടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും വിപുലവും ഐതിഹാസികവുമായ നിർമ്മിത ബുദ്ധി സമ്മിറ്റ് സംഘടിപ്പിക്കാൻ സാധിച്ചത് അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളുടെ സേവനത്തിനായി AI സ്റ്റാക്ക് നിർമ്മാണത്തിൽ സർക്കാർ പ്രവർത്തിച്ചു വരികയാണെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസ്, ഗൂഗിൾ CEO സുന്ദർ പിച്ചെ തുടങ്ങിയവരും ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച. പരിപാടിയുടെ 131 പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണയാണ് സർക്കാർ നൽകി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ തദ്ദേശ ദിനാഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം ഉൾപ്പെടെയുള്ള അവാർഡുകൾ മുഖ്യമന്ത്രി സമ്മാനിച്ചു. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭയൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ സർവകലാശാലയ്ക്ക് ലഭിച്ച 100 കോടി രൂപയുടെ നിർമ്മാണ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു ഇന്ന് നിർവഹിക്കും. സർവകലാശാല താവക്കര ക്യാമ്പസിലെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പഴയ വാഹനങ്ങൾ പൊളിച്ച് ആക്രിയാക്കാനും സ്ക്രാപ്പ് സർട്ടിഫിക്കറ്റ് നൽകാനുമുള്ള ആദ്യ കേന്ദ്രം മലപ്പുറം എടപ്പാളിൽ തുടങ്ങുന്നു. കണ്ടനകത്തെ KSRTC കേന്ദ്രത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ അല്പസമയത്തിനകം കെട്ടിടത്തിന് തറക്കല്ലിടും. മോട്ടോർ വാഹന നിയമ ഭേദഗതിയെ തുടർന്ന് 15 വർഷമായ വാഹനം വീണ്ടും ഫിറ്റ്നസ് കിട്ടിയില്ലെങ്കിൽ ആക്രിയാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു. കേരളത്തിൽ റംസാൻ വ്രതാരംഭത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ പള്ളികളിൽ ഇന്നലെ മുതൽ റംസാൻ പ്രാർത്ഥനകൾ ആരംഭിച്ചു. ഒമാൻ ഒഴികെ ഗൾഫ് നാടുകളിൽ ഇന്നലെ വ്രതം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് റംസാൻ ആശംസകൾ നേർന്നു. റംസാൻ മാസം സമൂഹത്തിൽ ഐക്യം വർദ്ധിപ്പിക്കട്ടെ എന്ന് ആശംസിച്ച പ്രധാനമന്ത്രി എല്ലായിടത്തും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെയെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തന മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തിനാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം കണ്ണൂരിലെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിനും 3ാം സ്ഥാനം തൃശൂർ ജില്ലയിലെ കൊടകര ഗ്രാമപഞ്ചായത്തിനുമാണ്. നഗരസഭാ വിഭാഗത്തിൽ 1ാം സ്ഥാനം ഗുരുവായൂർ നഗരസഭയ്ക്കും 2ാം സ്ഥാനം കുന്നംകുളം നഗരസഭയ്ക്കും 3ാം സ്ഥാനം ആന്തൂർ നഗരസഭയ്ക്കും ലഭിച്ചു. ഇടുക്കി അടിമാലി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് DYSP ജോയ് മാത്യുവിനാണ് അന്വേഷണ ചുമതല. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന ജനകീയ സമിതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. അതേസമയം കേസ് അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് നാളെ കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു സംഭവം. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല OP ബഹിഷ്കരണം തുടരുന്നതിനോടൊപ്പം ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കുമെന്ന് ഭാരവാഹികൾ പ്രസ്താവനയിൽ അറിയിച്ചു. 3 ദിവസമായി തുടരുന്ന OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും മൂലം PG വിദ്യാർത്ഥികളും ഹൌസ് സർജൻസുമാരുമാണ് OPയിൽ രോഗികളെ പരിശോധിക്കുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് KGMOയെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ളവ ബഹിഷ്കരിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. നവജാത ശിശുമരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ആശുപത്രി സൂപ്രണ്ടിനെയും ആക്രമിക്കുകയും ബന്ദികളാക്കുകയും ചെയ്ത സംഭവത്തെ KGMOയെ ശക്തമായി അപലപിച്ചു. വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഇലക്ട്രോ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടവകാശത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിന് ശേഷം തെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ICC പുരുഷ T20 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടോസ് നേടിയ ഇറ്റലി ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. കൊളംബോയിൽ ഉച്ചയ്ക്ക് 3-ന് ശ്രീലങ്ക സിംബാബ്വെയെ നേരിടും. വൈകിട്ട് 7-ന് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ അഫ്ഗാനിസ്ഥാൻ കാനഡയുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ നെതർലാൻഡ്സിനെ 17 റൺസിന് വിജയിച്ചിരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.